പക്ഷേ കണക്കുകൾക്കപ്പുറമുള്ള രാഷ്ട്രീയ രസതന്ത്രം പറയുന്നത് എന്താണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ജുലാനയിലെ വിനേഷ് ഫോഗട്ടിന്റെ വിജയവും പരാജയവും ഒരു നിർണായകമായ ഘടകമായിരിക്കും. നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത്. കാരണം വെച്ചാൽ ഈ വിനേഷ് ഫോഗട്ട് തോക്കുകയാണ് എങ്കിലുണ്ടല്ലോ ഒരു കാര്യവും BJPക്ക് എതിരായി പറഞ്ഞ ഒരു കാര്യവും അവിടുത്തെ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചില്ല, ജനങ്ങൾ വിശ്വസിച്ചിട്ട് തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ കണ്ണീരായി മാറിയതാണ്. അത് ആ സംസ്ഥാനത്തിന്റെ കണ്ണീർ മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം കണ്ണീരും ദുഃഖവുമായി മാറിയ ആ കായിക താരം മത്സരിക്കുന്ന ജുലാനയിൽ അവിടെ വിനേഷ് ഫോഗട്ട് തോൽക്കുകയാണ് എങ്കിൽ ഈ ഗുസ്തി താരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒന്നും തന്നെ വിലപ്പോയില്ലെന്ന് മാത്രവുമല്ല, വിനേഷ് ഫോഗട്ടിനെയും ബജ്രംഗ് പുനിയയും പോലെയുള്ള ആളുകളെ കൂട്ടത്തിൽ നിർത്തിയ കോൺഗ്രസിന് അത് വോട്ടാക്കി മാറ്റാനും കഴിയുന്നില്ല എന്ന സാഹചര്യവും. ഒരു പോയിന്റ് കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നു. കാരണം ഹരിയാനയിൽ ഈ വിനേഷ് ഫോഗട്ടിനെതിരെ മത്സരിക്കുന്നത് യോഗേഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൊമേഴ്സ്യൽ പൈലറ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹരിയാന എന്നുള്ളത് ആണധികാര രാഷ്ട്രീയത്തിന്റെ ഒരു കൂത്തരങ്ങ് കൂടിയാണ്. അവിടെയുള്ള ഗ്രാമങ്ങൾ, ജാതി ഇടങ്ങൾ, ഇതെല്ലാം തന്നെ അവിടെ ഈ സ്ത്രീകളെ വളരെ പിന്നാക്കം നയിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് ഗുസ്തിതാരമായ വിനേഷ് ഫോഗട്ട് പഠിക്കാൻ വന്നത് തന്നെ വെല്ലുവിളി നിറഞ്ഞാണ്. അവർ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അവർ പിന്തുണയ്ക്കുമെന്ന് സ്വാഭാവികമായും കരുതുക വയ്യ. അങ്ങനെയാണെങ്കിൽ ഹരിയാന മാറിയിട്ടേയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ വിനേഷ് ഫോഗട്ടിനെ പിന്തുണയ്ക്കാതിരിക്കുന്നതും ആ പഞ്ചായത്തിന്റെ വളരെ യാഥാസ്ഥിതികമായ മനോഭാവമുള്ള ആണധികാര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതല്ലാതെ മറ്റൊരു കാരണവുമില്ല. വേറൊരു പ്രശ്നമുണ്ട്. 10 സീറ്റിൽ 10 സീറ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 നേടിയ സംസ്ഥാനമാണല്ലോ BJP സംബന്ധിച്ചിടത്തോളം ഹരിയാന. അവിടുന്ന് 5 സീറ്റ് പോകുന്നതിന്റെ കാര്യം എന്താണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന് അഗ്നിവീർ പദ്ധതി. അഗ്നിവീർ പദ്ധതിയുടെ കാര്യത്തിൽ ഹരിയാനയിലെ ജനങ്ങൾ അങ്ങേയറ്റം എതിർപ്പായിരുന്നു BJPയോട്. അവരുടെ അൺഎംപ്ലോയ്മെന്റ്, അവരുടെ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യമുണ്ടായി. അതിനവരെതിർത്തു. കർഷക സമരം അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ലെന്ന് വേണമല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ BJPക്ക് ഒരു 20 സീറ്റ് കൂടുതൽ കിട്ടാൻ പറ്റില്ല. അത്ര വലിയ എതിർപ്പാണ് ഈ 3 വിഷയങ്ങൾ അവിടെ ജനവികാരമായി ഉണ്ടായിരുന്നതെന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിട്ടുമുള്ളത്. ഏതായാലും ഭൂപീന്ദർ സിംഗ് ഹൂഡ പറയുന്നത് ഈ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന് പറയുന്നത് പോലെ, തോൽക്കുന്നത് വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന് പറയുന്നത് പോലെ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ നമ്മൾ അങ്ങനെ എഴുതി തള്ളണ്ട. കാരണം ഹീ ഈസ് എ സീസൺ പൊളിറ്റീഷ്യൻ, ഹീ നോസ് ദി പൾസ് ഓഫ് ഹരിയാന പീപ്പിൾ. പക്ഷേ അദ്ദേഹം തോറ്റിട്ടുണ്ട്. 2014 2019 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കോൺഗ്രസ് അവിടെ മത്സരിച്ചത്. ആ 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തോറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയും തോറ്റിട്ടുണ്ട്. പക്ഷേ ഭൂപീന്ദർ സിംഗ് ഹൂഡ വീണ്ടും കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. അദ്ദേഹം തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു വരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഹുഡയ്ക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. ഹുഡ പറയുന്നത് ഇപ്പോഴും സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന് തന്നെയാണ്. അത് അടുത്ത 2-3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായൊരു ജനവിധി ഉണ്ടാകും എന്നാണ് ഹുഡ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മളുടെ മുമ്പിൽ കണക്കെന്ന് പറയുന്നത് 47-36 എന്നുള്ളത് തന്നെയാണ്. മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പം 47-36 ആയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാര്യം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തതിനകത്ത് അല്പം വൈകൽ ഉണ്ടാവുന്നുണ്ട്. കാരണം 800-1000 വോട്ടുകൾക്ക് പിന്നിലാണ് 10 മണ്ഡലങ്ങളിലെങ്കിലും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. 3 മണ്ഡലങ്ങളിൽ 500 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ BJPയും കോൺഗ്രസും തമ്മിലുള്ളൂ. വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു അധ്യക്ഷൻ JP നഡ്ഡ. അപ്പോൾ വിജയം ഏതാണ്ട് ഹരിയാനയിൽ കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ആഘോഷം കേവല ഭൂരിപക്ഷം പിന്നിട്ടു ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് NC സഖ്യം. പക്ഷെ നോക്കണം, അവിടെയും കഴിഞ്ഞ തവണ BJP നേടിയ അതേ സീറ്റുകൾ ജമ്മു കാശ്മീരിൽ നേടിയിട്ടുണ്ട്. 24 സീറ്റുകളായി ഇത്തവണ. 28 സീറ്റാണ് BJP ഇപ്പൊ നേടിയിരിക്കുന്നത്. ഈ ഗെയിമിൽ BJPക്കാണ് ഹാപ്പി, സന്തോഷിക്കാം. 30 മണ്ഡലങ്ങളിൽ BJP ലീഡ് 5000-ൽ താഴെയാണ്. ജുലാനയിൽ 2039 വോട്ടിന് BJP സ്ഥാനാർത്ഥി യോഗേഷ് കുമാർ മുന്നിലാണ്. അതായത് വിനേഷ് ഫോഗട്ട് പിന്നിലാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞൊരു ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5000 വോട്ട് ഇനിയുള്ള 2 റൗണ്ടുകൾ മറികടക്കുക ഏറെക്കുറെ അസാധ്യമാണ്. 5000 വോട്ട് ഒരു ട്രെൻഡാണ്. എങ്ങനെ വന്നാലും 5000 വോട്ട് മറികടക്കണമെങ്കിൽ ഇനി 6-7 റൗണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് മറികടക്കാൻ സാധിക്കൂ. 6000 കടന്ന 7 മണ്ഡലങ്ങളെ. മാത്രവുമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, പലയിടങ്ങളിലും കോൺഗ്രസിന് മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പഞ്ചായത്തുകളില്ല.
അവിടെ എല്ലാം ഈക്വൽ ശക്തികളായിട്ട് തന്നെ BJP ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനിയുള്ള റൗണ്ടുകളിൽ 5000 പരമാവധി കുറയ്ക്കാൻ കഴിയുക 1000 വ്യത്യാസം മാത്രമായിരിക്കും. 47-36 മാറുമോ? മാറുന്നില്ല. 47 അതെ 47-36 എന്ന കണക്കിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കൂ, ഹരിയാനയിൽ BJP അധികാരത്തിലേക്ക് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണെങ്കിലും എല്ലാ ട്രെൻഡ്സും ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ്. ജമ്മു കാശ്മീരിൽ അവിടെ കോൺഗ്രസ് NC സഖ്യം അധികാരത്തിലാണ്. യഥാർത്ഥത്തിൽ NC കോൺഗ്രസ് സഖ്യം എന്ന് പറയണം. അവിടെ നാഷണൽ കോൺഫറൻസ് ആണ് യഥാർത്ഥത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നാഷണൽ കോൺഗ്രസ് 39 സീറ്റാണ് കേട്ടോ. 39. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന സീറ്റ് 13 12 ആണോ? ഇത്തവണ 8 ആയി ചുരുങ്ങി. അല്ല, ഇത്തവണ 12 സീറ്റ് ഉണ്ട് കോൺഗ്രസിന്.